ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ RSPക്ക് വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. ഇക്കാര്യം UDF നേതൃത്വത്തെ അറിയിക്കും. ആറ്റിങ്ങൽ, മട്ടന്നൂർ സീറ്റുകൾ വേണ്ടെന്ന് അറിയിക്കും. താൻ മത്സരിക്കുന്നു എങ്കിൽ ചവറയിൽ മാത്രമായിരിക്കും. ഇരവിപുരത്തെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവരുടെ ആഗ്രഹം മാത്രമെന്നും ഷിബു ബേബി ജോൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇത് പല കഥകളും പല സമ്മർദ്ദങ്ങളും പല ഭാഗത്തും വന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ വളരെ നേരത്തെ തന്നെ ഇനിയൊരു മത്സരിക്കുകയാണെങ്കിൽ അത് ചവറയിൽ തന്നെ മത്സരിക്കണം എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അത് ഞാൻ പാർട്ടിയെ അറിയിച്ചു. അത് വെച്ചിട്ടാണ് പാർട്ടി തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥകളുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അവ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ ചവറയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അല്ല, ചവറയിൽ എനിക്കങ്ങനെ പ്രത്യേക ഒരു പ്രവർത്തനമില്ലല്ലോ. കഴിഞ്ഞ ഏകദേശം 28 വർഷമായിട്ട് നിരന്തരമായ ചവറ ഒരു പ്രവർത്തന മേഖലയായി കണ്ടുകൊണ്ട് അവിടുത്തെ ബന്ധങ്ങൾ അതിനനുസൃതമായിട്ട് എല്ലായിടത്തും എല്ലാ ദിവസവും എത്തേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അന്നേരം അതൊരു സ്ഥിരം ഒരു ജീവിതചര്യയായി അത് മാറിയിട്ടുള്ള കാര്യമാണ്. അല്ല, സ്വാഭാവികമല്ലേ അവരത് ഉന്നയിക്കുന്ന. അവർ പരമ്പരാഗതമായി അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗതമായി മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന RSP ആണ്. അതെ, അവർ ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. RSPക്ക് പറയാനുള്ളത് RSPയുടെ അഭിപ്രായം പറയും. ഇത് വെച്ചുകൊണ്ടാണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ ഞാൻ ഒരു തരത്തിലുള്ള അവർക്ക് അത് ചോദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കണ്ണൻ നായർ കൊല്ലത്ത് നിന്നും ചേർന്നു വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാനായി. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ വേണ്ട എന്ന് പറയുന്നു. ഈ മട്ടന്നൂരും ആറ്റിങ്ങലും വേണ്ട എന്ന് പറയുമ്പോൾ തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ RSPക്ക് വേരോട്ടമുള്ള മേഖല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആറ്റിങ്ങൽ വേണ്ട എന്ന് വയ്ക്കുന്നു? ആറ്റിങ്ങലിൽ വിജയസാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് RSPയുടെ ഒരു വിലയിരുത്തൽ. കാര്യം കഴിഞ്ഞ തവണ RSP അവിടെ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വാമനപുരം പോലെയുള്ള ഒരു സീറ്റ് വെച്ച് മാറുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് RSPക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് RSP എത്തിയിരിക്കുന്നത്. മട്ടന്നൂരിൽ നേരത്തെ RSPക്ക് സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാധീനമില്ല. ദുർബലമായ ഒരു കമ്മിറ്റി മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് RSPയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ, മട്ടന്നൂർ, ഈ 2 മണ്ഡലങ്ങൾ വെച്ചുമാറുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് RSP എത്തിയിരിക്കുന്നത്. അക്കാര്യം വരുന്ന UDF യോഗത്തിൽ അറിയിക്കും. നേരത്തെ തന്നെ ഈ കാര്യത്തിലുള്ള സൂചന UDF യോഗങ്ങളിൽ RSP നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പരമാവധി സീറ്റുകൾ ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് RSP ഇപ്പോൾ നടത്തുന്നത്. പരമാവധി എത്ര സീറ്റുകൾ നേടാൻ കഴിയണമെന്നതാണ് RSPയുടെ ഒരു ലക്ഷ്യമായി വയ്ക്കുന്നത്? പരമാവധി RSPക്ക് 5 സീറ്റുകളാണ് മത്സരിക്കുന്നത്. അതിൽ 4 സീറ്റുകളെങ്കിലും ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. കൊല്ലം ജില്ലയിൽ 3 സീറ്റുകൾ, അതായത് ഇരവിപുരം, ചവറ, കുന്നത്തൂർ, ഈ 3 മണ്ഡലങ്ങളിലും ജയിക്കുക. കുന്നത്തൂരും ചവറയും നേരിയ മാർജിനിലാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും പരാജയപ്പെട്ടത് ചെറിയ മാർജിനിലാണ്. അവിടെ ശക്തമായ പ്രവർത്തനം നടത്തി വിജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ RSP മുന്നോട്ട് വെക്കുന്നത്. ഇരവിപുരത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക. ഇരവിപുരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇരവിപുരത്ത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് RSPയിൽ ചർച്ചയാണ്. പല ആൾക്കാരുടെ, ഉന്നത നേതാക്കന്മാരുടെ മക്കളുടെ അടക്കം പേരുകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ചയുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെ ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ്. RSP അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. RSP ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണമെന്നത് സംബന്ധിച്ചൊരു ചർച്ചയിലേക്ക് പോയിട്ടില്ല. ആ ചർച്ചയിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ആരായിരിക്കും ഇരവിപുരത്തെ സ്ഥാനാർത്ഥി എന്ന സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് പോവുക. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതനുസരിച്ച് മുസ്ലിം ലീഗും ഇരവിപുരം മണ്ഡലത്തിന് വേണ്ടിയുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരവിപുരത്ത് മുസ്ലിം ലീഗിന് ആവശ്യം ഉന്നയിക്കാം എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതിനെ താൻ ഖണ്ഡിക്കുന്നില്ല, അതിനെ താൻ എതിർക്കുന്നില്ല. പക്ഷേ പരമ്പരാഗതമായി വർഷങ്ങളോളം ASS ആയാലും VP രാമകൃഷ്ണപിള്ളയായാലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജയിച്ചു വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇരവിപുരം. ആ ഒരു മണ്ഡലത്തിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ RSP എത്തിയിരിക്കുന്നത്. RSP ഇക്കാര്യം വരുന്ന UDF യോഗത്തിൽ പറയുകയും ചെയ്യും. ശരി, കണ്ണൻ നായരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഷിബു ബേബി ജോണിൻ്റെയും RSPയുടെയും കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. കൊല്ലത്ത് RSP എങ്ങനെയാണ് വേരോട്ടം നടത്തുന്നത്, എന്തായിരുന്നു ചരിത്രം എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ എത്ര സീറ്റുകളിൽ മത്സരിച്ച് എത്ര സീറ്റ് പിടിക്കാനാണ് ലക്ഷ്യം തുടങ്ങി വിശദമായി തന്നെ കണ്ണൻ നായരോട് സംസാരിക്കുകയുണ്ടായി.